രണ്ടാമത്തെ മിഷണറി യാത്രയിൽ തത്വചിന്ത കൊണ്ട് ചുമന്ന മണ്ണായിരുന്നു ഏദൻസിന്റെ. ലൂക്കോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ജ്ഞാനം അന്വേഷിച്ചു വരുന്ന ഫിലോസഫേഴ്സ്, അന്നത്തെ ലോകത്തിൽ കെമിസ്ട്രിയും ഫിസിക്സ് ഒന്നുമല്ല, എപ്പിക്കൂരും സ്റ്റോയിക്കരുമായ തത്വജ്ഞാനികൾ നിറഞ്ഞ ആ നഗരത്തിൽ കവലയിലും മാർക്കറ്റിലും പച്ചക്കറി കടയിലുമൊക്കെ പോയി പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു. ബിംബങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനസ്സിന് ചൂട് പിടിച്ച് പൗലോസ് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവർ പൗലോസിനെ പിടിച്ചിട്ട് പറഞ്ഞു, നീ ചില പുതിയ നവീന ചിന്തകൾ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നല്ലോ, ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ച് സോക്രട്ടീസിനെ വധശിക്ഷയ്ക്ക് വിധിച്ച ഏരിയോപാഗസ് അരയോപകുന്നിൽ പൗലോസിനെ കൊണ്ടുപോയി നിർത്തി. കർത്താവിന്റെ ശ്രേഷ്ഠ അപ്പോസ്തലൻ പ്രൗഢ ഗംഭീരമായ സദസ്സിന്റെ മുമ്പിൽ എപ്പിക്കൂരിനും സ്തോയിക്കിനും തിങ്ങി നിറഞ്ഞ വലിയ പണ്ഡിത സദസ്സിന്റെ മുമ്പിൽ ആ ബലഹീനനായ മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവകൃപയെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ചു. തുടങ്ങിയത് താത്വികമായിട്ട് അജ്ഞാത ദേവൻ എന്ന ബലിക്കല്ല് എഴുതി അവിടെ നിന്ന് സൃഷ്ടിപ്പിൽ വന്നിട്ട് അവിടെ നിന്ന് യേശുക്രിസ്തുവിനെയും പുനരുത്ഥാനത്തെയും വരെ പ്രസംഗിച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ ആ പുനരുത്ഥാനത്തിലേക്കും ക്രൂശിലേക്കും വന്നപ്പോൾ സദസ്സിൽ നിന്നും ചിരി മുഴങ്ങിയിട്ട് പൗലോസിന്റെ പ്രസംഗം ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ചില മാന്യന്മാരായ ആളുകൾ വന്ന് പറഞ്ഞു, ഞങ്ങൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു വിട്ടു. പൂർത്തിയാക്കാത്ത മെസ്സേജുമായിട്ട് അരയോപകുന്ന് പൗലോസ് വിട്ടത്. എന്നാൽ പകുതിയെ പ്രസംഗിച്ചുള്ളെങ്കിലും ആ പകുതി പ്രസംഗം കൊണ്ട് ചില ആളുകളെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെന്ന് ലൂക്കോസ് അവിടെ എഴുതിയിരിക്കുക കേട്ടോ. ഒരു പ്രസംഗം വേണ്ട, ഒരു വാക്യം വിളിച്ചു പറഞ്ഞാലും ആളുകൾ രക്ഷിക്കപ്പെടാതിരിക്കത്തില്ല. ഒരു ട്രാക്ട് കൊടുത്താലും എന്താ കാര്യമെന്നറിയാമോ? അതിനോടുകൂടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ജീവൻ പകരുന്ന ശക്തി. എന്നാലും അത് വായിച്ചപ്പോൾ ഞാനിപ്പോൾ PhD യൂണിവേഴ്സിറ്റി ചെയ്തുകൊണ്ടിരിക്കുക, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ലോകത്തിൻ്റെ ഓരോ യൂണിവേഴ്സിറ്റിയിലും ഇന്ന് എപ്പിക്കൂരിനും സ്റ്റോയിസിസും അതുപോലെ പഠിപ്പിക്കുന്നില്ല. അതൊക്കെ ചരിത്രം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിച്ചു. അതെല്ലാം കാലത്തിൻ്റെ കാറ്റിൽ പറന്നുപോയി. എന്നാൽ പൗലോസ് പ്രസംഗിച്ച യേശുക്രിസ്തുവിനെ ഇന്ന് രാത്രി എത്ര ആയിരങ്ങൾ എവിടെയെല്ലാം പ്രസംഗിക്കാൻ അറിയാമോ? മാറ്റമില്ലാത്തൊരു സന്ദേശം, 2000 വർഷങ്ങളായിട്ട് മാറ്റമില്ലാതെ പ്രസംഗിക്കുന്ന ഒരു സന്ദേശം ഇന്ന് രാത്രി ഈ ചെറിയ പന്തലിൽ ഞങ്ങൾ ഉയർത്തുകയാണ്. അത് കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചെന്നും നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്നും, എന്നാൽ മരണം കൊണ്ട് തീർന്നില്ല, കല്ലറയെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെന്നുള്ള തേജസ്സിന്റെ സുവിശേഷം ഇന്ന് രാത്രി പ്രത്യാശയോടെ ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചറിയിക്കുക. രക്ഷ പ്രാപിപ്പാൻ മറ്റൊരു മാർഗമില്ല. ദൈവത്താൽ ഉളവാക്കപ്പെട്ട, ദൈവത്താൽ രചിക്കപ്പെട്ട ഒരു സന്ദേശം, മാനവരാക്ഷിയുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക സന്ദേശം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവും പുനരുദ്ധാനവും. ഞങ്ങൾ വേറെ ഒരു ദൈവത്തിലേക്കും അല്ല വിളിക്കുന്നത്, സൃഷ്ടിച്ചവനിലേക്ക് മടങ്ങി വരാനാണ് പറയുന്നത്. സൃഷ്ടിതാവ് തന്നെയാ രക്ഷിതാവ്. ആകാശത്തെ വിരിച്ച ദൈവം, പ്രിയ സ്നേഹിത, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയത് തൻ്റെ പുത്രനെ തകർത്ത് കളഞ്ഞുള്ള രക്ഷാ സന്ദേശമാണ്. ഇതിനെ വേണേ ഗർവാപ്പസി എന്ന് വിളിക്കാം, കാരണം വീട്ടിലേക്ക് മടങ്ങി വരാനുള്ള സന്ദേശമായത്.